ഹായ് പ്രിയപ്പെട്ടവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബനാന ഫ്ലാംബെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ നേന്ത്രപ്പഴം, ബട്ടർ, ബ്രൗൺ ഷുഗർ വിത്ത് സിനമൺ, ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ വൈറ്റ് ഷുഗർ ആയാലും മതി, പിന്നെ ലിക്വർ. ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം നന്നായിട്ട് മുരിച്ചെടുക്കണം. അത് മുരിയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗറും സിനമണും എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മുടെ കറുകപ്പട്ട, ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്ത് അതിൽ നന്നായിട്ട് പിടിക്കണം. അതിന് ശേഷമാണ് നമ്മുടെ മെയിൻ സാധനം. ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കിയാണ്. ഏത് വേണം എടുക്കാം, റം എടുക്കാം, വിസ്കി എടുക്കാം, ബ്രാൻഡി എടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ എല്ലാവർക്കും ഇനിയിപ്പോൾ ഇതൊക്കെ ഒഴിച്ചെന്ന് വെച്ച് ഇത് കഴിച്ചാൽ ഫിറ്റാവോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അത് ഈ ഫ്ലെയിമുമായിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആൽക്കഹോൾ കണ്ടന്റ് എല്ലാം പൊക്കോളും. ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഇത് ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം, തീ നന്നായിട്ട് പടരും കേട്ടോ. ഇതും കൂടി ആകുമ്പോൾ നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കൊരു പ്ലേറ്റിലോട്ട് തന്നെ ഈ പഴമെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മേടിച്ച് വെച്ചിരുന്ന വാനില ഐസ്ക്രീം അതൊരു സ്കൂപ്പും കൂടെ ഇതിൻ്റെ മുകളിൽ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ഡെസേർട്ടായിട്ടുള്ള വാനില ഫ്ലാംബെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മദ്യം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇത് ട്രൈ ചെയ്യാതിരിക്കരുത്. മദ്യം ഇല്ലെങ്കിലും ഇത് മദ്യം ഇല്ലാതെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലോട്ട് കാണാം.